പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാലക്കാട് MLA-യും 3 ലൈംഗിക/ബലാത്സംഗ കേസുകളിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനാവുകയും ചെയ്ത ശ്രീമൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം മുമ്പ് 24 ന്യൂസ് ചാനലിലെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന് നൽകിയ 49 മിനിറ്റ് ഇൻ്റർവ്യൂ ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അഭിമുഖത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ആർക്കൊക്കെ എതിരായിട്ടത് വരും എന്നൊക്കെയുള്ള സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ആ ഒരു കാര്യമല്ല ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ 2 വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു. 3ാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ശരിക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഒരു MA ഷഹനാസ് എന്ന് പറയുന്ന ഒരു വനിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളും ആ പരാമർശങ്ങൾക്ക് മറുപടിയായി MA ഷഹനാസ് എന്ന് പറഞ്ഞ വനിത നടത്തിയിട്ടുള്ള പ്രതികരണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ നിരീക്ഷണവും അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകും. സുഹൃത്തുക്കളെ, ആ 49 മിനിറ്റ് വീഡിയോയിൽ എനിക്കൊന്നൊരു 3-4 മിനിറ്റ് നേരം ഈ രാഹുൽ മാങ്കൂട്ടം MA ഷഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയുമായിട്ടുള്ള വിഷയമാണ് കൈകാര്യം ചെയ്തത്. കാരണം നമുക്കറിയാമല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യക്ഷമായി പുറത്തു വന്ന 3 വനിതകളിൽ ഒരാൾ MA ഷഹനാസ് ആയിരുന്നു, മറ്റേത് റിനി ആൻ ജോർജും, മറ്റേത് ഹണി ഭാസ്കർ എന്ന് പറഞ്ഞ 3 സ്ത്രീകളാണ് രൂക്ഷമായ പ്രതികരണങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വനിതയുടെ പേരാണ് MA ഷഹനാസ്. അവർ ഒന്നിലധികം തവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2020 മറ്റോ അവർ ഡൽഹിയിലെ കർഷക സമരത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു എന്നും അതിന് ഒരു ചൂട്ട മറുപടി കൊടുത്തു എന്നും പറഞ്ഞ് അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കാൻ പാടില്ല എന്ന് അവർ ഷാഫി പറമ്പിലിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരുന്നത്. എന്നാൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമൻ രാഹുൽ മാങ്കൂട്ടം തൻ്റെ അഭിമുഖത്തിൽ ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതെനിക്ക് തോന്നുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടം എന്താണ് അവരെക്കുറിച്ച് പറഞ്ഞത് എന്ന് അയാൾ പറയുന്നത് തന്നെ നമുക്കൊന്ന് കേൾക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനി നമുക്ക് ഒന്ന് കേൾക്കാം. ഷഹനാസിൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു, ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. അപ്പം ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പം അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എന്നാൽ താങ്കളെടുത്ത് പരിശോധിക്കൂ, ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാണ് പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഇപ്പം ഞാനൊന്ന് പറയാം, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്കാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനിയും താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്.
ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് മൊത്തം എന്താ കേൾക്കാത്തത്? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നൊരു ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല. സുഹൃത്തുക്കളെ കേട്ടല്ലോ. അതിൽ ഷഹനാസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അയാൾ വളരെ വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യബോധത്തോടെ അയാൾ മറുപടി കൊടുക്കുന്നുണ്ട്. തന്നോട് മോശമായി പെരുമാറിയെന്ന് ഷഹനാസ് പറഞ്ഞതിന് ശേഷവും ഷഹനാസ് എങ്ങനെയാണ് തന്നോട് വളരെ സൗഹൃദപരമായി പെരുമാറിയത് എന്നത് ഉൾപ്പെടെ, തനിക്കെതിരെ ആക്രമണങ്ങൾ വന്നപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് പോലും ഇട്ട സ്ത്രീയാണെന്നുള്ള നിലയിൽ ഒക്കെ തന്നെ വളരെ വിശദമായി എം എ ഷഹനാസ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ട് അയാളും മറുപടി പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. സുഹൃത്തുക്കളെ, ഇതിനെ തുടർന്ന് ഷഹനാസ് വളരെ ദീർഘമായിട്ടുള്ള ഒരു പത്രസമ്മേളനം നടത്തിയത് നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ ഞാൻ കാണുകയായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ കുറിച്ച് ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, അതിൻ്റെ തെളിവ് ഹാജരാക്കാമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം അതിനകത്ത് പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്നെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ ഞാൻ നിഷേധിക്കുന്നു. അത് പൂർണ്ണമായും തെറ്റാണ്. അതുകൊണ്ട് എനിക്കെതിരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പൊതുമണ്ഡലത്തിൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് എം എ ഷഹനാസ് പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എം എ ഷഹനാസിൻ്റെ ദീർഘമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ എന്താ അവർ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്? അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ആ കാര്യങ്ങൾക്ക് തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ചോ ഈ എം ഐ ഷഹനാസ് ഒരു വാചകം പോലും ആ പത്രസമ്മേളനത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ. അതിന് പകരം അവരെന്ന് വന്നിട്ട് പറഞ്ഞ എന്താണ്, അവൻ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം അവന് ഭയങ്കര കോഴിയാണ്, അവന് എന്തോ വലിയ കാമദേവനാണെന്നും എല്ലാവരും അവൻ്റെ പുറകെയാണ് എന്നുമാണ് അവൻ പറയുന്നത്. അവനോട് ഞാനൊരു സംവാദത്തിന് തയ്യാറാണ്, അവൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലാം, പക്ഷെ അവൻ എന്നെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, ചില അഭിപ്രായങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അവർ പറയുന്നതാണ് നമ്മൾ കണ്ടത്. അതല്ലാതെ അവരെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു ആരോപണങ്ങൾക്കും ഈ എം എ ഷഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയ്ക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ. അവരെന്തൊക്കെയോ ഇരുന്നിങ്ങനെ വിളിച്ചു പറയുകയാണ്. ഏറ്റവും വലിയ സ്ത്രീലമ്പടനാണ്, ഏറ്റവും മോശമായി പെൺകുട്ടികളോട് പെരുമാറുന്ന ആളാണ്, കാമദേവനാണ് എന്നാണ് ചിന്ത, എന്നോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ അവരിങ്ങനെ പൊതുവിൽ ഇങ്ങനെ ഒരു പ്രസംഗ രൂപേണ പറഞ്ഞു വെക്കുന്നതല്ലാതെ തനിക്കെതിരെ രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ച ഒരു കാര്യങ്ങളും ശരിയല്ല എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്താ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ പറഞ്ഞത്? തന്നോട് മോശമായി പെരുമാറി എന്ന് ഇവർ പറഞ്ഞത് 2020-ലാണ്. ആ 2020-ൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞതിന് ശേഷവും തന്നോട് വളരെ സൗഹൃദപരമായി പിന്നീടുള്ള വർഷങ്ങളിലും പെരുമാറി എന്നുള്ളതിൻ്റെ തെളിവുകളും കാര്യങ്ങളുമാണ് അയാൾ പറഞ്ഞത്.
തന്നെ എന്തോ ഒരു ബുക്ക് ഫെസ്റ്റിവലിന് പിന്നെ ഗൾഫിലേക്ക് അവർ ക്ഷണിച്ചു. മാക്ബത്ത് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കേഷൻ്റെ എന്തോ പരിപാടിക്ക് വിദേശത്തേക്ക് ക്ഷണിച്ചു. തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. താൻ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നതിന് വളരെ മുമ്പ് തന്നെ പാലക്കാട് താൻ മത്സരിക്കണം എന്നവർ പറഞ്ഞു. ഇതൊക്കെ താൻ അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം കാര്യകാരണ സഹിതം പറഞ്ഞത്. അപ്പം നമ്മൾ സ്വാഭാവികമായി അതിന് പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, അയാൾ പറഞ്ഞതിന് മുഴുവൻ ഞാൻ നിഷേധിക്കുന്നു, അതിനെതിരെ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പ്രതീക്ഷിക്കുക? എന്നാൽ എന്താണ് അവർ വന്നിട്ട് പറയുന്നത്? അവരുടെ പത്രസമ്മേളനം പൂർണ്ണമായി നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? അവരൊരു ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അവരോട് രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ലൈംഗിക ചുവയോടുകൂടി അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയുമായിരുന്നില്ലേ അവർ ചെയ്യേണ്ടിയിരുന്നത്? അതിനെന്തായിരുന്നു അവർക്ക് തടസ്സം? അവർ സ്വാധീന ശക്തി കുറഞ്ഞൊരു സ്ത്രീയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള പിൻബലവും അത്യാവശ്യം സമൂഹത്തിൽ സ്വാധീനമൊക്കെ ഉള്ള സ്ത്രീയാണ് അവർ. അവരുടെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം തെറ്റായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയില്ലായിരുന്നു അവർ വേണ്ടിയിരുന്നത്. അതിനു പകരം തന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനോട് സൗഹൃദപരമായി പെരുമാറുകയാണ് അവർ ചെയ്തത് എന്നുള്ളതാണ് നമുക്കിനകത്ത് മനസ്സിലാവുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള അയാൾക്കെതിരെ പൊതുമണ്ഡലത്തിൽ വിമർശനങ്ങൾ വന്നപ്പോൾ ആ വിമർശനങ്ങൾക്കൊപ്പം നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു സമീപനമാണ് ഈ സ്ത്രീ കാണിച്ചത് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ. അവർ പറയുന്ന പോലെ ഇയാൾ കോഴിയായിരുന്നുവെങ്കിൽ, ഇയാൾ കാമദേവനാണെന്ന് ഇയാൾ തോന്നുന്നിരുന്നെങ്കിൽ, ഇയാൾ സ്ത്രീകളോട് മോശമായി പെരുമാറും തോന്നിരുന്നെങ്കിൽ അതിനെയൊക്കെ ശക്തമായി പൊതുമണ്ഡലത്തിൽ വന്നിരുന്ന് എതിർക്കുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമല്ലായിരുന്നു ചെയ്തത്. അതൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് അവരൊരു ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സിൻ്റെ ആളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്കെന്തോ വ്യക്തിഗതമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യങ്ങളിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന് അവരുടെ പത്രസമ്മേളനം അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുകൂടി നമുക്ക് ബോധ്യമായിരിക്കുകയാണ്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ, എന്തൊക്കെയോ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ, അതാണ് അവരെ നയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആളോട് ഇവർക്കുള്ള എന്തോ വ്യക്തിഗതമായിട്ടുള്ള സ്കോർസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ ദീർഘമായിട്ടുള്ള ആ പത്രസമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.